ഭഗവതേ വാസുദേവായ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം, അതിൻ്റെ മാഹാത്മ്യം, രണ്ടാമത്തെ അധ്യായം, 70-ാമത്തെ ശ്ലോകം തൊട്ട് ഇപ്പോൾ പറയണു. 32-ാമത്തെ ഭാഗം. ഓം. ഇക്ഷൂണാമാദിമധ്യാന്തം ശർക്കര വ്യാപ്യ തിഷ്ഠതി പൃഥഗ്ഭൂത ച സാ മിഷ്ട തഥാ ഭാഗവതീ കഥ. ഇക്ഷൂണ കരിമ്പ്, ഇക്ഷു എന്ന് പറഞ്ഞാൽ കരിമ്പാണ്. കരിമ്പിൻ്റെ ആദിമധ്യാന്തം, ആ കരിമ്പിൽ എല്ലാ ദിക്കിലും ആ കരിമ്പിൻ്റെ തണ്ടിൽ ഒരു മധുരമുണ്ട്. പുല്ലിലൊക്കെ മധുരം ഉണ്ടാവും, അതിൻ്റെ ഇലയിലൊക്കെ മധുരം ഉണ്ടാവും, പക്ഷേ കരിമ്പിലാണല്ലോ മധുരം ഉണ്ടാവുക. അതിന് നമുക്ക് ശർക്കരയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ശർക്കര വ്യാപ്യ തിഷ്ഠതി, വ്യാപിച്ചിരിക്കുന്നു, ഇരിക്കുന്നു. തിഷ്ഠതി, ഇരിക്കുന്നു. പൃഥഗ്ഭൂത, അതിനെ വേറെ ആക്കുക. ച സ മിഷ്ട, അപ്പം അത് വളരെ മധുരമുള്ളതായിട്ട് നമുക്ക് ഉപയോഗിക്കാറാവും. തഥാ ഭാഗവതി കഥ, അതുപോലെയാണ് ഭാഗവത കഥ. അപ്പോൾ അറിവുകൾ എവിടെയാണ് ഇരിക്കുന്നത്, അതിൻ്റെ സാരം എടുത്തിട്ട് ഭാഗവതമാക്കിയിട്ട് തീർത്തു, അതാണ് നമുക്ക് തരുന്നത്. ഇപ്പോൾ കരിമ്പിൽ ഉള്ള ശർക്കര, ആ മധുരം, അതൊരു പ്രോസസ്സ് വഴി ശർക്കരയായി കഴിഞ്ഞാൽ പിന്നെ അതിൽ ഒന്നും കളയാനില്ല, നമുക്ക് മുഴുവൻ ഉപയോഗിക്കാം. പക്ഷേ കരിമ്പിൽ ചണ്ടിയും ഇതൊക്കെ കളയാനുണ്ട്. എന്ന കൂട്ടത്തിൽ വേദാന്തങ്ങളിലൊക്കെ ഈ എടുക്കേണ്ടതും എടുക്കേണ്ടാത്തതും ഉണ്ട്. എടുക്കേണ്ടതിനെ നമുക്ക് എടുക്കാൻ വശാവണം. അപ്പോൾ ആ പ്രോസസ്സാണ് ഈ പഠന മനനാദികൾ എല്ലാം. ആ സാരത്തെ വേറെയാക്കിയതാണ് ഭാഗവതം. അതുകൊണ്ട് ഭാഗവതത്തെ എടുത്തു കഴിഞ്ഞാൽ വേഗം നമുക്ക് അത് ഉപയോഗിക്കാം, മുക്തിക്ക് കാരണമായിട്ട് തീരും. ഇക്ഷൂണാം ആദി മധ്യ അന്തം ശർക്കര, ഈ കരിമ്പിൽ ആദിയിലും മധ്യത്തിലും അന്ത്യത്തിലും എന്ന് വെച്ചാൽ അന്തത്തിലും മൊത്തം നർത്ഥം, മൊത്തം ശർക്കര വ്യാപ്യ, ശർക്കരയുണ്ട്. തിഷ്ഠതി, അതിലിരിക്കണം. പൃഥഗ്ഭൂത, അത് വേറെയാക്കി കഴിഞ്ഞാൽ ച സ മിഷ്ട, അപ്പം അത് മിഷ്ടാന്നമായിട്ട് മാറും. അതായത് സ്വാദുള്ളതായിട്ട് മാറും, മധുരമായിട്ട് മാറും, കഴിക്കുകയും ചെയ്യാം, മുഴുവൻ കഴിക്കാം. തഥാ ഭാഗവതി കഥ, ഒന്നും കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഭാഗവതവും വേദസാരമാണ്. ആ വേദസാരത്തെ കഴിച്ചാൽ, പഠിച്ചാൽ, മനനം ചെയ്താൽ, അത് ജീവിതത്തിൽ പ്രയോഗിച്ചാൽ മുക്തി കിട്ടും എന്ന് സാരം. പാലിലെ വെണ്ണ പോലെ, പാലിലെ നെയ്യ് പോലെ. ഓം. ഇക്ഷൂണാം ആദിമധ്യാന്തം ശർക്കര വ്യാപ്യ തിഷ്ഠതി പൃഥഗ്ഭൂത ച സാ മിഷ്ട തഥാ ഭാഗവതീ കഥ. 71-ാമത്തെ ശ്ലോകം. ഇദം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം ഭക്തിജ്ഞാനവിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. അപ്പം ഈ ഭാഗവതം, ഇദം ഭാഗവതം നാമ, ഇതിന് ഭാഗവതം എന്ന് പേര്. പുരാണമാണ്. ബ്രഹ്മസംഹിതം, ബ്രഹ്മാവിനാൽ സമ്മതവും ആയത്. ബ്രഹ്മാവ് സമ്മതിച്ചതാ, വിധിച്ചതാ. ഭക്തി ജ്ഞാന വിരാഗാണാം, ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും സ്ഥാപനായ, അത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്, നിലനിർത്താൻ വേണ്ടിയിട്ട്, പ്രകാശിതം, പ്രകാശിപ്പിച്ചതാണ്. ബ്രഹ്മാവിനോട് ഭഗവാൻ പറഞ്ഞു എന്നും, ഭഗവാൻ അത് ബ്രഹ്മാവിന് കൊടുത്തതിൻ്റെ ശേഷം ബ്രഹ്മാവ് അത് നാരദന് പറഞ്ഞു എന്നും, നാരദൻ വ്യാസനോട് പറഞ്ഞു, വ്യാസൻ അത് എഴുതി ശ്രീശുക ബ്രഹ്മർഷിയെ പഠിപ്പിച്ചു, ശ്രീശുക ബ്രഹ്മർഷി അത് പരീക്ഷത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ശ്രീ സൂതനും അത് കേട്ടു. നമുക്ക് അങ്ങനെ കിട്ടണം. അപ്പോൾ ഇവിടെ പ്രകാശിപ്പിക്കപ്പെട്ടു എന്ത്? ഈ ഭാഗവതം ബ്രഹ്മാവിനാൽ സമ്മതമായത്. ഇനി ഇതം ഭാഗവതം നാമപുരാണം, ഭാഗവതത്തിന് നാമപുരാണം എന്നാണ് പറയുക. കാരണം അത് നാമാണ്, ഭഗവാന്റെ നാമങ്ങളാണ്. അപ്പം അതുകൊണ്ട് നാമപുരാണമായിട്ടുള്ള ഈ ഭാഗവതം ബ്രഹ്മാവിന് സമ്മതമാണ്. ഈ ഭാഗവതം എന്ന് പേരുള്ള പുരാണം ബ്രഹ്മാവിനാൽ സമ്മതമാണ്, ബ്രഹ്മാവിനും സമ്മതമാണ്. അത് ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാക്കും. അതിനു വേണ്ടിയിട്ടാണ് അത് പ്രകാശിപ്പിച്ചിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനപ്രകാശത്തെ കിട്ടും, അതാണ്. അപ്പോൾ ഇതം ഭാഗവതം നാമപുരാണം എന്നും, ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം എന്നും അങ്ങനെ പറയാം. അപ്പോൾ ഭാഗവതം എന്നുള്ളത് ബ്രഹ്മാവിന് സമ്മതമാണ്, നാമപുരാണാണ്. ഭാഗവതം എന്നുള്ളത് പുരാണാണ്, പുരാണസാരമാണ്, വേദസാരമാണ്. അതുകൊണ്ട് അത് ആശ്രയിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് മുക്തി കിട്ടുക? ബ്രഹ്മാവിന് സമ്മതമാവാനുള്ള കാരണം എന്താ? ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും
ഇവിടെ ഒരു സ്ഥാപനം ഉണ്ടാവും എന്ന് വെച്ചാൽ ഉറച്ചതായിട്ടുള്ള അവസ്ഥ. സ്ഥാപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്, ഉറച്ചതായിട്ടുള്ള അവസ്ഥ. സ്ഥാപനം, സ്ഥാപിക്കുക. അതിന് വേണ്ടിയിട്ടാണ് അത് പ്രകാശിപ്പിച്ചത്, ഭഗവാൻ തന്നെ പ്രകാശിപ്പിച്ചത്. അപ്പോൾ ഭഗവാനാണ് ശരിക്കും അതിൽ ഈ വക്താവ് എന്ന് സാരം. ഇനി 72, 73, 74 3 ശ്ലോകങ്ങൾ അടുപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. വേദവേദാന്ത സുസ്നാദേ ഗീതായ അഭികർത്തരി പരിതാപവതി വ്യാസേ മുഹ്യത്യജ്ഞാനസാഗരേ തദാ ത്വയാ പുരാ പ്രോക്തം ചതുശ്ലോകസമന്വിതം തദീയശ്രവണാത് സദ്യോ നിർബാധോ ബാദരായണ തത്ര തേ വിസ്മയക്കേന യഥാ പ്രശ്നകരോ ഭവാൻ ശ്രീമദ്ഭാഗവതം ശ്രാവ്യം ശോകദുഃഖവിനാശനം. സുസ്നാദ, അത് കേൾക്കുമ്പോഴുള്ളൊരു മുഴുവൻ മനസ്സിലാക്കൽ, അതിനുള്ളൊരു കഴിവുള്ളയാൾ, അതാണ് നിപുണൻ. പരിതാപവാൻ, നമ്മളൊക്കെ ദുഃഖമുള്ളവരാണ്, ദുഃഖിക്കുന്നവർ. മുഹ്യൻ, ദേഹം ഞാനാണ് എന്ന് മോഹത്തിൽപ്പെട്ടവർ. നിർബാധ, ബാധ ഒന്നുമില്ലാത്തവർ. ബാദരായണ, ഈ വ്യാസൻ, ബാദരായണൻ എന്ന് പറഞ്ഞാൽ വ്യാസൻ, ബാദരായണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ശുകബ്രഹ്മർഷി. ബാദരായണൻ, ഈ വ്യാസൻ. വിസ്മയ, ആശ്ചര്യപ്പെട്ടു. പ്രശ്നകര, ചോദ്യം ചെയ്യുന്നതായിട്ടുള്ളവൻ. ശ്രാവ്യം, ശ്രവിക്കപ്പെടേണ്ടത് എന്നെല്ലാം അതിൻ്റെ അർത്ഥങ്ങളെ കൊടുത്തു. ഇപ്പോൾ വേദം, വേദാന്തം, അതിലൊക്കെ നിപുണതയുള്ള ഭഗവത്ഗീത, ഇതിഹാസം, പുരാണങ്ങൾ ഒക്കെ ഉത്തമ ഗ്രന്ഥങ്ങളാണ്. അതെല്ലാം രചിച്ചതായിട്ടുള്ള ഈ വ്യാസന് മനസ്സമാധാനം ഉണ്ടാകാതെ കണ്ട് ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണോ എന്ന് ഒരു സംശയം, ഒരു അജ്ഞത. ജ്ഞാനിയാണ് എന്നിട്ടും ഒരു സംശയം. അങ്ങനെ വന്നപ്പോൾ ആ മോഹം ബാധിച്ചപ്പോൾ ഭഗവാൻ തന്നെ ചതുശ്ലോകീയ ഭാഗവതമായിട്ട് അത് ബ്രഹ്മാവിനെ ഉപദേശിച്ചു. ആ 4 ശ്ലോകങ്ങൾ, സ്വതേ 7 ശ്ലോകങ്ങളാണ്. 7 ശ്ലോകങ്ങളെ 4 ശ്ലോകങ്ങൾ പ്രധാനമായിട്ട് 4 ശ്ലോകങ്ങളായിട്ട്, അത് ഒറ്റ ശ്ലോകം. അഹമേവാസമേവാഗ്രേ നാന്യജൽ സരസത്പരം പശ്ചാത്തഹം വിലേതച്ച യോഗശിഷ്യേത സോസ്മ്യഹം. 2ാമത്തെ സ്കന്ധത്തിലെ 9ാമത്തെ അധ്യായത്തിൽ. അത് നമുക്ക് അപ്പോൾ പറയാം. അതിൻ്റെ ഇടയ്ക്ക് പറയേണ്ടി വരും, അത് പറയാം. ആ ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ സാരം വ്യാസൻ നല്ലോണം അത് മനക്ലേശം തീർന്ന് സന്തുഷ്ടനാവാൻ തക്കവണ്ണം അതിനെ നല്ലോണം വിസ്തരിച്ചു. അത്രത്തോളം മാഹാത്മ്യം ഭാഗവത കഥാസാരത്തിനുണ്ട്. അത് ശരിക്കും അനുഭവപ്പെട്ടു വ്യാസന്. അങ്ങനെ ഇത്രത്തോളം സംശയത്തിനും ആശ്ചര്യത്തിനും എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അതിൻ്റെ കാരണം എന്താ? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഞങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. സംശയിക്കേണ്ട, ശ്രീമദ് ഭാഗവത ശ്രവണം കൊണ്ട് തന്നെ എല്ലാ ദുഃഖങ്ങളും തീരും. മനസ്സിൻ്റെ ദുഃഖങ്ങൾ തീരും, ശരീരത്തിൻ്റെ ദുഃഖങ്ങൾ തീരും, രോഗം പോലും ഉണ്ടാവില്ല. അത്രയ്ക്കുണ്ട് അതിൻ്റെ മഹിമ. ഇഹ സുഖം കിട്ടും, പര മുക്തിയും കിട്ടും. സദാസമയത്തും സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കാൻ പറ്റും. 3 ശ്ലോകങ്ങളുടെ അർത്ഥം. വേദാന്ത വേദ സുസ്നാദേ, വേദാന്തവും വേദം തൊട്ടുള്ള എല്ലാം നന്നായിട്ട് തന്നെ അറിയുന്നതായിട്ടുള്ള, നിപുണനായിട്ടുള്ള. ഗീതായ അഭികർത്തരി, ഇതിഹാസത്തിലെ, ഭാരതത്തിലെ ഭാരതം ഇതിഹാസം, അതിൽ ശ്രീമദ് ഭഗവത്ഗീത പറഞ്ഞ ആളാണ് ആര്? വ്യാസൻ. പരിതാപവതി, ഇങ്ങനെ എന്നിട്ടും ദുഃഖിക്കുന്നു എന്നാണ് വ്യാസനെ. വ്യാസേ മുഹ്യതി അജ്ഞാനസാഗരെ. ആരാ മോഹിച്ചത്? വ്യാസൻ. ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ എഴുതിയ ജ്ഞാനിയായിട്ടുള്ള വ്യാസൻ കുറച്ച് മോഹിച്ചു. എന്താ മോഹം? ഞാൻ ദേഹമാണ് എന്നുള്ള ബോധമാണ് മോഹം. അപ്പോൾ പൂർണ്ണമായില്ല എന്ന് തോന്നിയെന്നാ ഒരു മനസ്സിനൊരു വിഷമം. എന്താ അങ്ങനെ വരാൻ കാരണം? അതും ജ്ഞാനാണ്. എന്നിട്ടാണ് മുഹ്യതി അജ്ഞാനസാഗരേ, ചെറിയൊരു അജ്ഞാനം വന്നു എന്നാണ്. ആ അജ്ഞാനം ചെറുത് ഒരു സാഗരം പോലെ കിടക്കുക കേട്ടോ, കടൽ പോലെ കിടക്കുക. സംശയേ ഇതിഹാസം എഴുതിയതാണ് വ്യാസൻ, വിഷ്ണു തന്നെയാണ് വ്യാസൻ. എന്നിട്ടും അതാണ്. അപ്പോൾ എളുപ്പമല്ല കേട്ടോ ഭാഗവതം മനസ്സിലാക്കുക എന്നുള്ള എളുപ്പമല്ല. ഇനി തഥാ ത്വയാ പുരാപ്രോക്തം ചതുശ്ലോക സമന്വിതം, ആ സമയത്ത്
ഈ ഭഗവാനാൽ പറയപ്പെട്ടതായിട്ടുള്ള ഈ ചതുശ്ലോകി ഭാഗവതം എന്നാ പറയുക. അത് തദീയ ശ്രവണാത്, അത് അതിൻ്റേതായ അർത്ഥത്തിൽ കേട്ട് കഴിഞ്ഞപ്പോൾ സദ്യോ നിർബാധോ ബാധരായണ, അതിൻ്റെ അർത്ഥം മുഴുവനായിട്ട് ഉൾക്കൊണ്ടപ്പോൾ പിന്നെ ഒരു ബാധയില്ലാത്ത രീതിയിൽ എത്തിച്ചേർന്നു ഈ വ്യാസൻ. ഭഗവാൻ അത് ബ്രഹ്മാവിന് പറഞ്ഞു കൊടുത്തു. അത് നാരദൻ ശ്രവിച്ചു. നാരദൻ എന്നിട്ട് വ്യാസന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ സനകാദി മഹർഷിമാർ പറയാണ്, നാരദ മഹർഷി അങ്ങല്ലേ വ്യാസന് ഈ ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ വിപുലീകരണം നടത്തിയിട്ട് അത് കൊടുത്തത് ചോദിക്കുക. സനകാദി മഹർഷിമാരും നാരദനും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ തദീയ ശ്രവണാത് സദ്യോ നിർബാധോ ബാധരായണ, എന്താ കാരണം? ത്വയാ പുരാ പ്രോക്തം, നാരദനാൽ പുരാ പ്രോക്തം, പണ്ട് പറഞ്ഞു കൊടുത്തു. എന്ത്? ഈ ചതുശ്ലോകി സമന്വിതം ആയിട്ടുള്ള ഈ ഭാഗവതം. അപ്പോൾ അത് കേട്ടതോടു കൂടിയിട്ട് വ്യാസൻ ബാധകളെല്ലാം ഒഴിഞ്ഞ ഒരാളായി. തഥാ ത്വയാ പുരാ പ്രോക്തം ചതുശ്ലോക സമന്വിതം തദീയ ശ്രവണാത് സദ്യോ നിർബാധോ ബാധരായണ. അപ്പോൾ നാരദൻ ഇത് പറഞ്ഞു കൊടുത്തപ്പോൾ വ്യാസൻ്റെ ദുഃഖമൊക്കെ തീർന്നു, സംശയമൊക്കെ തീർന്നു. മറ്റൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഒരു ഡിലമ്മ, അതൊക്കെ പോയി കിട്ടി. തത്രത്തെ വിസ്മയക്കേന. അപ്പോൾ അതിലിനി എന്താ വിസ്മയിക്കാനുള്ളത്? ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ യഥ പ്രശ്നകരോ ഭവാൻ. ഇപ്പോൾ നാരദൻ സനകാദി മഹർഷിമാരോട് ഒരു വട്ടം സംശയിച്ചുകൊണ്ടും മറ്റേ എന്തൊക്കെയാ അതിങ്ങനെ എനിക്കറിയില്ല എന്നൊക്കെ പറയാം. എന്ത് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവാൻ സൽക്കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താ സൽക്കർമ്മം? സജ്ജനത്തെ കാണുന്നു പറഞ്ഞു. ആരാ സജ്ജനം? അപ്പോൾ ഈ സജ്ജനാരാന്നുള്ളത് മനസ്സിലായി, നരനാരായണന്മാർ ആണെന്ന് മനസ്സിലായി. അപ്പോഴാണ് സനകാദികളെ കണ്ട്. അപ്പോൾ സനകാദികൾ സജ്ജന, ഭാഗവതം എടുത്തവരൊക്കെ സജ്ജനങ്ങളാണ്. നമ്മളൊക്കെ ഭാഗവതന്മാരാണ്, ഭാഗവതന്മാരൊക്കെ സജ്ജനങ്ങളാണ്. സജ്ജനങ്ങൾക്ക് ഭാഗവതം കിട്ടുള്ളൂ, വേണമെന്ന് തോന്നുള്ളൂ. ഇനി വിമർശിക്കണച്ചാൽ പോലും ലോകത്തെ വിമർശിക്കുക, ഭാഗവതത്തെ വിമർശിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു പരങ്കേരണ കൃഷ്ണൻ ഭഗവാനെ വിമർശിക്കുക. അപ്പോൾ ഭാഗവതന്മാർക്ക് സാത്വികന്മാർക്ക് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ഈ ഒരു അവസ്ഥയുണ്ടാവുള്ളൂ, സാത്വിക ഭാവം ഉണ്ടാവുള്ളൂ. അപ്പോൾ ശ്രീമദ് ഭാഗവതം ശ്രാവ്യം. അതുകൊണ്ട് ഈ ശ്രീമദ് ഭാഗവതത്തെ നന്നായിട്ട് കേൾപ്പിച്ചാൽ മതി. ശോകദുഃഖ വിനാശനം. ഈ ശോകം, ദുഃഖം, ഭയം മൂന്നാണ് സ്വതേ. ആ മൂന്നാധി മൂന്ന് ശോകം എന്നാ പറയുക. അതിൽ മൂന്ന് ശോകങ്ങളാണ് ഈ ശോക ദുഃഖ ഭയങ്ങൾ. അത് നശിപ്പിക്കാൻ ഇതേ വേണ്ടൂ. അവനവൻ ചെയ്തതായിട്ടുള്ള ദുഷ്കർമ്മങ്ങളുടെ അത് ആധ്യാത്മികം, സ്വയംകൃത അനർത്ഥം. അതുകൊണ്ട് പാപവും ദുഃഖമൊക്കെ ഉണ്ടാവും, രോഗമൊക്കെ ഉണ്ടാവും. അത് തീരും. ദൈവങ്ങൾ ആദിദൈവികം, ദൈവങ്ങൾ തരുന്ന ദുഃഖങ്ങളൊക്കെ ഇല്ലാണ്ടാവും. ഇനി ആദി ഭൗതികം, പഞ്ചഭൂതങ്ങളെ തൊട്ടുള്ളതൊക്കെ, നമ്മുടെ സംഘം, ബന്ധുക്കളെ, ശത്രുക്കളെ എന്നൊക്കെയുള്ള അങ്ങനെയുള്ളതൊക്കെ. മറ്റേ പാമ്പ് കടിക്കായാലും മൂരി കുത്തായാലും ആന ചവിട്ടായാലും ഉണ്ടാവില്ല എന്നർത്ഥം. അതാണ്. പക്ഷേ അത് അവിടേക്ക് എത്തണം കേട്ടോ. ആയുധങ്ങളെ കൊണ്ട് മുറിവേൽപ്പിക്കാൻ പറ്റില്ല. അതിനാണ് പ്രഹ്ലാദൻ. ആ പേര്. നമ്മളൊക്കെ പ്രഹ്ലാദന്മാരാണ്. പ്രഹ്ലാദന്മാരാവണം ഭാഗവതം വായിക്കുന്നവർ. അപ്പോൾ ശ്രീമദ് ഭാഗവതം ശ്രാവ്യം. ആ ശ്രീമദ് ഭാഗവതത്തെ കേൾപ്പിച്ചാൽ മതി, ഈ ശോകദുഃഖ വിനാശനം സംഭവിക്കും. തത്രത്തെ വിസ്മയ കേന യഥ പ്രശ്നകരോ ഭവാൻ. അപ്പം ഇങ്ങനെ ഇതറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇപ്പോൾ ചോദ്യം ചോദിക്കുന്ന ആളായിട്ട് മാറി നാരദ മഹർഷി എന്ന് സനകാദി മഹർഷിമാർ ചോദിക്കുകയാണ്. വേദാന്തവേദ സുസ്നാദേ ഗീതായ അഭികർത്തരി പരിതാപവതി വ്യാസേ മുഹ്യതി അജ്ഞാനസാഗരേ തഥാ ത്വയാ പുരാപ്രോക്തം ചതുശ്ലോകസമന്വിതം തദീയശ്രവണാത് സദ്യോ നിർബാധോ ബാധരായണ. തത്ര തേ വിസ്മയക്കേന യഥാ പ്രശ്നകരോ ഭവാൻ ശ്രീമദ് ഭാഗവതം ശ്രാവ്യം ശോകദുഃഖ വിനാശനം. അപ്പോൾ അറിവുകളുണ്ടായാലും പോരാ. അപ്പോഴൊക്കെ നമുക്ക് ഇപ്പോൾ ഭഗവത്ഗീത പഠിച്ചാലും മതിയാവില്ല.
അത് മതിയാവില്ല. കാരണം അതുകൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാൻ എത്രത്തോളം കഴിയും, ഈ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഭാവത്തിൽ എങ്ങനെ എത്താൻ സാധിക്കും അറിയില്ല. അപ്പം അതുകൊണ്ട് ഭാഗവതം തന്നെ വേണം. ഭാഗവതമാണെങ്കിലോ പിന്നെ സംശയിക്കണ്ട. ഈ വ്യാസന് പോലും മോഹത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭാഗവതം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഗീത കൊണ്ടല്ല രക്ഷപ്പെട്ടത്, ഭാഗവതം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. മഹാത്മാഗാന്ധി വെറുതെ അല്ല പറഞ്ഞത്, എനിക്ക് ആദ്യമേ തന്നെ ഗീത പറഞ്ഞു തരണ്ടായിരുന്നു. ഗീത പറഞ്ഞു തന്നതിന് പകരം അല്ലെങ്കിൽ ഗീത പറഞ്ഞതിന് ശേഷം അപ്പം തന്നെ ഭാഗവതം കൂടിയും എന്തുകൊണ്ട് അങ്ങ് പറഞ്ഞു തന്നില്ല? ഗുരുവിനോട് ചോദിച്ചതാണ്. മഹാത്മാഗാന്ധിയുടെ ഗുരു അത് ഈ ചോദ്യം ചോദിച്ചത് കുറേ കഴിഞ്ഞിട്ടാണ്, അവസാന നാളുകളില. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ തരായില്ല, ചോദിച്ചുമില്ല, സമയമായി ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ സമയം വന്നാലേ ഭാഗവതം കിട്ടുള്ളൂ. പിന്നെ അദ്ദേഹം ഗുരു ഒന്നുകൂടി പറഞ്ഞു, കാരണം മഹാത്മാഗാന്ധി ആയത് ഞാൻ ഗീത പറഞ്ഞു തന്നുകൊണ്ടാണ്. ഭാഗവതമാണ് പറഞ്ഞു തന്നു വെച്ചാൽ അങ്ങ് എന്നോ മുക്തനായി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പം അങ്ങ് ഈ ലോകരാൽ അറിയപ്പെടുന്ന മഹാത്മാഗാന്ധി ആയിട്ട് മാറില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഭാഗവതത്തെ എടുക്കുമ്പോൾ ഈ മോഹത്തിൽ നിന്നും മുക്തനാവും, ജ്ഞാനത്തെ കിട്ടും. നാരദൻ പോലും അങ്ങനെയാണ് ഉണ്ടായത്. നാരദനാണ് വ്യാസന് ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തത്. ഭഗവാൻ പറഞ്ഞു കൊടുത്ത ചതുശ്ലോകി ഭാഗവതം ഉൾപ്പെടെയുള്ള ബ്രഹ്മാവിന് കൊടുത്ത അതിനെ വിപുലീകരിച്ചതാണ് നാരദൻ വ്യാസന് പറഞ്ഞു കൊടുത്തത്. അത് വ്യാസൻ വിസ്തരിച്ച് എഴുതി, അതാണ് ഭാഗവതം. അത് അങ്ങേക്ക് അറിയില്ലേ? അത് അറിഞ്ഞിട്ടും എന്താ ഇപ്പോൾ മോഹിക്കാനുള്ളത്? പിന്നെ ഈ ചോദ്യകർത്താവാനുള്ള കാരണം എന്താ എന്ന് ചോദിക്കുക. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തെ കേൾപ്പിച്ചോളൂ. എന്നാൽ ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവും. 3 3 ശ്ലോകം തൊട്ടുള്ള സകല കാര്യങ്ങളും നെഗറ്റീവ്സ് 72 ഉണ്ടല്ലോ. ഷഡ്വൈരി, ഷഡൂർമി, ഷഡ് അരി, പഞ്ചക്ലേശങ്ങൾ, അഷ്ടഭാവങ്ങൾ, സപ്തവ്യസനങ്ങൾ, അങ്ങനെ കുറേ ഉണ്ട്. അവിദ്യ 5. അപ്പോൾ അതൊക്കെ തീരും. മാത്രമല്ല പാപവും തീരും. അതുകൊണ്ട് മുക്തി കിട്ടും. എന്നാൽ ഇനി ആദ്യം ഭാഗവതം കേൾപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. ആർക്ക്? ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക്. ഇനി നാരദൻ അതിന് ഉത്തരം പറയുന്നതാണ് 75-ാമത്തെ ശ്ലോകം തൊട്ടിട്ട്. ശ്രീനാരദ ഉവാച യദ്ദർശനം ച വിനിഹന്ത്യ അശുഭാനി സദ്യ ശ്രേയസ്തനോതി ഭവദുഃഖദവാർദിതാനാം നിശേഷ ശേഷമുഖഗീതകഥൈകപാനാഹ പ്രേമപ്രകാശഹൃദയേ ശരണം ഗതോസ്മി. ഇങ്ങനെ ഒരാൾ പറഞ്ഞു തരുമ്പോൾ ആ ഗുരുവിനെ നമസ്കരിക്കാണ്ട് പറ്റുമോ? ആ ഗുരുവിനെ ആശ്രയിക്കാണ്ട് പറ്റുമോ? നാരദൻ പറയാണ്, യദ്ദർശനം, ആരുടെ കാഴ്ച. ഇപ്പം നമ്മൾ ഒരു ഗുരുവിനെ കണ്ടുവച്ചാൽ ആ ശിഷ്യൻ ഗുരുവിനോട് ഇനി നമസ്കാരമായാലും ശരി, ചോദ്യങ്ങളായാലും ശരി, കണ്ടു കഴിഞ്ഞാലല്ലേ, കാണാൻ കിട്ടിയാലല്ലേ ഇത് പറ്റുള്ളൂ ചോദിക്കാനൊക്കെ. അപ്പോൾ ആ ദർശനം കൊണ്ട് ഭവദുഃഖദവാർദിതാനാം, ഈ സംസാര ദുഃഖം മുഴുവൻ കാട്ടുതീയിൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ അശുഭാനി, അശുഭങ്ങളെ മുഴുവൻ സദ്യ വിനിഹന്തി, മുഴുവനും നശിപ്പിക്കുന്നു. ശ്രേയ തനോതി, ശ്രേയസ്സിനെ വർദ്ധിപ്പിക്കുന്നു. സദ്ഗുരുക്കന്മാർ അങ്ങനെയാണ്. സാത്വികന്മാർ ഒരു ദീനനെ കണ്ടുവച്ചാൽ, ദുഃഖം ഉള്ള ഒരാളെ കണ്ടുവച്ചാൽ ആ കാഴ്ച കൊണ്ട് തന്നെ ദുഃഖത്തെ തീർക്കും. പിന്നെ എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുത്തിട്ട് തീർക്കും. ധന കൊടുക്കേണ്ട വെച്ചാൽ അത്, രോഗ വെച്ചാൽ അത് മാറ്റിയിട്ട്, ഉപദേശം വേണ്ട വെച്ചാൽ ഉപദേശം കൊടുത്തിട്ട് മനസ്സിന് സന്തോഷം ഉണ്ടാക്കും. ശരീരത്തിനും മനസ്സിനും സ്വസ്ഥത കൊടുക്കും. ഈ ദുഃഖത്തിൻ്റെ കാട്ടുതീയും മുഴുവൻ ഇല്ലാണ്ടേക്കും. അങ്ങനെയുള്ള സജ്ജനത്തിനെ ഇപ്പോൾ കണ്ടു നാരദൻ, ഈ സനകാദി മഹർഷിമാരെ. അപ്പോൾ സത്സംഗത്തിൻ്റെ മഹിമ, സജ്ജനങ്ങളുടെ പ്രാധാന്യം അല്ലെങ്കിൽ അവരുടെ മേന്മ പറയുകയാണ്. യദ്ദർശനം, ആരെ കണ്ടാലാണോ ഈ ഭവദുഃഖദവാർദിതാനാം, സംസാര ദുഃഖം അത് ആ കാട്ടുതീയിൽ പെട്ടങ്ങോട്ട് വല്ലാതെ കണ്ട് വിഷമിക്കുക, ആ അങ്ങനെയുള്ള അശുഭാനി, അശുഭങ്ങളെ മുഴുവൻ സദ്യ വിനിഹന്തി, മുഴുവൻ നശിപ്പിക്കുക. ശ്രേയ തനോതി, എന്നിട്ടോ ശ്രേയസ് കൊടുക്കുകയും ചെയ്യുക. ശ്രേയസ് ഇങ്ങനെ വർദ്ധിപ്പിക്കുകയാണ്. തനു എന്നുള്ള സ്വതേ വർധന എന്നുള്ള അർത്ഥം ഉണ്ടായിരുന്നു.
അപ്പോൾ അതുകൊണ്ട് ശരീരത്തിന് ഈ തനു എന്ന് വരാനുള്ള കാരണത. കാരണം അതിന് വളരുക എന്നൊരു ഭാവമുണ്ട്. 6 ഭാവങ്ങളിൽ ഒന്നാണ് ഉണ്ടാവുക, നിലനിൽക്കുക, വളരുക, മാറുക, ക്ഷയിക്കുക, നശിക്കുക. അപ്പോൾ അതിൽ ഈ വളരുക തനോതി. അതുകൊണ്ട് തനോതി എന്താ ചെയ്യണത്? ശ്രേയ തനോതി നിശേഷ ശേഷ മുഖ ഗീത കഥൈകപാനാഹ. ആദിശേഷന്റെ മുഖത്തിൽ നിന്ന് ഭഗവാൻ അനന്ത ഭഗവാൻ സനകാദികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഭാഗവതം. അപ്പം അത് വളരെ പ്രധാന. ആ ഭാഗവതമാണ് ഇവിടെ നാരദ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നിശേഷ ശേഷ മുഖഗീത കഥൈകപാന, ആദിശേഷൻ്റെ അനന്ത ഭഗവാന്റെ ഈ വായിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെ പുറമേക്ക് വന്ന കഥകളെ ആരാണോ പാനം ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്, കേൾക്കുന്നത്, അതിനെ ഗ്രഹിക്കുന്നത്, ആ മഹാത്മാക്കളെ പ്രേമപ്രകാശകൃതയെ പ്രേമസ്വരൂപത്തെ പ്രകാശിപ്പിക്കുവാനായിക്കൊണ്ട് ഭക്തിയെ പ്രകാശിപ്പിക്കാൻ, സ്നേഹത്തെ പ്രകാശിപ്പിക്കാൻ, സ്നേഹ വിനയ ശുശ്രൂഷ സമർപ്പണം ആണ് ഭക്തി. അപ്പോൾ ആ ഭക്തിയെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശരണം ഗതഃ അസ്മി, ഞാനിതാ അങ്ങയെ ശരണം പ്രാപിക്കുന്നു, ഗുരുക്കന്മാരെ നമസ്കരിക്കുന്നു. അപ്പോൾ ആദ്യം ഗുരുവിൻ്റെ അത് പറഞ്ഞു, എന്ത് യദ്ദർശനം ച വിനിഹന്തി, ഈ ആരെ കണ്ടാലാണോ ഇത് മുഴുവൻ നശിക്കുക. അശുഭാനി, എന്താ നശിക്കുക? അശുഭങ്ങളെ മുഴുവൻ ഇല്ലാണ്ടാവും. എപ്പോൾ? സദ്യ, അപ്പളയ്ക്കപ്പളെ കണ്ടാൽ മതി. യദ്ദർശനം ച വിനിഹന്തി അശുഭാനി സദ്യ, എപ്പോഴാണോ കാണുന്നത് വെച്ചാൽ അപ്പോൾ ഈ സകലവിധ അശുഭങ്ങളും ഇല്ലാണ്ടാവും. അപ്പം തന്നെ സദ്യ പെട്ടെന്ന് നശിക്കും. ശ്രേയ തനോതി, ശ്രേയസ് ഇങ്ങനെ കൂടി വരും. ഭവദുഃഖ സംസാരം, ഭവദുഃഖം ഭവാർണവം, സംസാര ദുഃഖം, ജനിക്കുക മരിക്കുക. അപ്പം ഇവിടെയുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ദുഃഖങ്ങളെ മുഴുവൻ ദവാർദിതാനാം, അത് കാട്ടുതീയാണ്, ആ കാട്ടുതീനെ മുഴുവൻ കെടുത്തും. ദവാർദിതാനാം, അങ്ങനെയുള്ളവരുടെ ഈ ഭവദുഃഖം അനുഭവിക്കുന്നതായിട്ട് ദുഃഖിതരുടെ ഇനിയോ നിശേഷം മുഴുവനായിട്ടും ശേഷമുഖഗീത, ശേഷൻ്റെ അനന്തഭഗവാന്റെ മുഖത്തിൽ നിന്നും ഗീതമായിട്ട് വന്ന കഥ, ഭഗവാന്റെ കഥകൾ, കഥ ഏകപാനാഹ, ആ കഥ മാത്രം കേൾക്കുക, പാനം ചെയ്യുക, മനനം ചെയ്യുക, സ്വീകരിക്കുക, ഗ്രഹിക്കുക. അപ്പം എന്താ ഉണ്ടാവുക? പ്രേമപ്രകാശകൃതയെ. അപ്പോൾ പ്രേമമാകുന്ന ഭക്തി, അതിൻ്റെ ജ്ഞാനമാകുന്ന പ്രകാശത്തെ പ്രേമപ്രകാശകൃതയെ ഉണ്ടാക്കുക തന്നെ ചെയ്യും. അതിനു വേണ്ടിയിട്ട് ഞാൻ ശരണം ഗതഃ അസ്മി, നാരദനായിട്ടുള്ള ഞാൻ സനകാദി മഹർഷിമാരെ ഇതാ ശരണം പ്രാപിക്കുന്നു. യദ്ദർശനം ച വിനിഹന്തി അശുഭാനി സദ്യ ശ്രേയസ്തനോതി ഭവദുഃഖദവാർദിതാനാം നിശേഷശേഷമുഖഗീതകഥൈകപാന പ്രേമപ്രകാശകൃതയെ ശരണം ഗതോസ്മി. ഒരു ശ്ലോകം കൂടി ഇതിലുണ്ട്, 76-ാമത്തെ. ഭാഗ്യോദയേന ബഹുജന്മസമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം വിധായ ഹി തദോദയതേ വിവേകം. എപ്പോഴാ വിവേകം ഉണ്ടാവുക? യഥാർത്ഥത്തിലുള്ള ജ്ഞാനം ഉള്ളിലുറച്ച, ഞാൻ ഏറ്റവും ചെറുതാണ്, എല്ലാവരിലും ഈശ്വരനുണ്ട്, എന്നിലും ഈശ്വരനുണ്ട്, എല്ലാവരിലും ഈശ്വരനുണ്ട് എന്ന് പറഞ്ഞ അതേപോലെ തന്നെയാണ് എല്ലാവരും ഈശ്വരനിലും ഉണ്ട്. ഇത് അനേക ജന്മങ്ങളെ കൊണ്ട് മാത്രമേ ഈ അറിവ് കിട്ടൂ. ബഹുജന്മ സമാർജിതേന, അനവധി ജന്മങ്ങളിൽ പലതും പഠിച്ച് നേടിയതായിട്ടുള്ള, സമ്പാദിക്കപ്പെട്ട, ബഹുജന്മ സമാർജിതേന, അനവധി ജന്മങ്ങളെ കൊണ്ട് ആർജിച്ചതായിട്ടുള്ള, ലഭിച്ചതായിട്ടുള്ള, സമ്പാദിക്കപ്പെട്ടതായിട്ടുള്ള ഭാഗ്യ ഉദയേന, ഭഗവാന്റെ അനുഗ്രഹമാണ് ഭാഗ്യം. ഭാഗ്യസൂക്തം നമ്മൾ ഷീട്ടാക്കാറുണ്ട്. ഭഗവാന്റെ അനുഗ്രഹത്തെ കിട്ടുക എന്നാണ് അതിൻ്റെ ശരിക്കുള്ള അർത്ഥം. ഭാഗ്യ ഉദയേന, ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ഉദയം ഉണ്ടാകും. എപ്പോൾ? അനവധി ജന്മങ്ങളിലെ പുണ്യം ചെയ്തതിൻ്റെ ശേഷം,
സമ്പാദിക്കപ്പെട്ട ഈ ഭഗവത് അനുഗ്രഹം ഉണ്ടല്ലോ, ഭഗവാന്റെ പ്രീതി, അത് പുരുഷ ജീവൻ, ഈ ജീവൻ യഥാ എപ്പോഴാണോ സത്സംഗം ലഭതേ, സജ്ജനങ്ങളുമായിട്ട് ഒരു സമ്പർക്കം ഉണ്ടാകുന്നത് അപ്പോൾ. പിന്നെയോ തഥാ ഏവ വൈ, അപ്പോൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ഉറപ്പ്. തഥാ ഏവ വൈ, അപ്പോൾ നിശ്ചയമായിട്ടും അത് സംഭവിക്കും. എന്താ സംഭവിക്കുക? അജ്ഞാന ഹേതുകൃത മോഹമഹാന്ധകാര നാശം. അജ്ഞാനമാകുന്ന ഹേതു, അജ്ഞാന ഹേതു, അറിവില്ലായ്മ, അവിദ്യ, സംശയമാകുന്ന അത് ഉണ്ടാക്കുന്നതായിട്ടുള്ള അതിൻ്റെ കാരണം, ആ കാരണം കൊണ്ട് കൃതം ഉണ്ടാക്കപ്പെട്ടതായിട്ടുള്ള, ജനിപ്പിക്കപ്പെട്ടതായിട്ടുള്ള മോഹം. മോഹം എന്നുള്ളത് ഭ്രമിക്കുകയാണ് നമ്മൾ. ഞാൻ ദേഹമാണ്, പ്രപഞ്ചാംശമാണ്, ഞാൻ അതിലായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വല്ലാതെ കൊണ്ട് ഭ്രമിക്കും. ഞാൻ ആരാക്കും ശരിയാ, അതുകൊണ്ടാണ് ഈ ഭ്രമം വരുന്നത്. അങ്ങനെ മോഹം, പിന്നെ മാത്രമല്ല മോഹമാകുന്ന ഈ മോഹ മഹാന്ധകാരം എന്നാ, അന്ധകാരം എന്നായാൽ തന്നെ ഇരുട്ടാണ്. മഹാന്ധകാരായാലോ കൂരാക്കൂരിരുട്ടെന്ന് പറയില്ലേ. അപ്പോൾ കൂരാക്കൂരിരുട്ടാകുന്ന ഈ അവിദ്യ, ഈ അജ്ഞാനം, ഈ അജ്ഞാനം എങ്ങനെയാണ്? ഞാൻ ദേഹമാണ് എന്ന് ധരിച്ചത് കൊണ്ടുണ്ടായതാ. ഞാൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഈ അജ്ഞാനത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വിധായ, അത് വിധാനം ചെയ്തതാ, ഇങ്ങനെ മതി എന്ന് ഭഗവാനാൽ നിശ്ചയിക്കപ്പെട്ടതാ. അങ്ങനെ വിധാനം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാ? വിവേക ഉദയത്തെ, വിവേകത്തെ ഉദിപ്പിക്കുന്നു. എന്താ വിവേകം ഉണ്ടാവുക? ഞാൻ ജീവനാണ്, ദേഹമല്ല എന്ന ബോധത്തിലെത്തും. സർവം ഈശ്വരനാണ് എന്ന ബോധത്തിലെത്തും. അതിനു വേണ്ടിയിട്ട് ഞാനിതാ സനകാദി മഹർഷിമാരെ നമസ്കരിച്ചുകൊണ്ട് നാരദൻ പറയാണ്, ഞാൻ അഹം ശരണം ഗതോസ്മി, ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. നതോസ്മ്യഹം ത്വാം, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു. ഭാഗ്യ ഉദയേന, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രമേ, ജനിച്ചാൽ മാത്രമേ, അതായത് ഉദിച്ചാൽ മാത്രമേ, ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന, അനവധി ജന്മങ്ങളെ കൊണ്ട് ആർജിച്ചതായിട്ടുള്ള, സമ്പാദിച്ചതായിട്ടുള്ള സത്സംഗമേവ, സത്സംഗം തൊട്ടുള്ള ഓരോ കാര്യങ്ങളും അന്വയിക്കാതെയാണ് പറയണത്. സത്സംഗം തൊട്ടുള്ള ഓരോ കാര്യങ്ങളും ലഭതേ, കിട്ടുള്ളൂ. ഭഗവാന്റെ പ്രീതി ഇല്ലാച്ചാൽ സത്സംഗം കിട്ടില്ല, തെറ്റിദ്ധരിക്കണ്ട. നല്ലോണം ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ട് ജീവിച്ചാൽ മാത്രമേ സജ്ജനങ്ങളുമായിട്ട് കൂടിക്കഴിയാൻ പറ്റുള്ളൂ. മറ്റത് മാല ഉണ്ടാവും, പൂണൂലുണ്ടാവും, ഭസ്മക്കുറി ഉണ്ടാവും, അതുകൊണ്ടൊന്നും കാര്യമില്ല. സജ്ജനമാണോ അത് വേറെ അറിയാം. അങ്ങനെയുള്ള ഈ സജ്ജന സംഘം കിട്ടണമെങ്കിൽ ഭാഗ്യം ഉദയിക്കണം, ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ ബഹുജന്മ സമാർജിതേന, അനവധി ജന്മങ്ങളിലൂടെയുള്ള പുണ്യങ്ങളെ നമ്മൾ ഉണ്ടാക്കണം, സൽപ്രവർത്തികളെ കൊണ്ട്. അങ്ങനെ സത്സംഗമേവ ലഭതേ, സത്സംഗം കിട്ടിക്കഴിഞ്ഞാലോ പുരുഷ, ഈ ജീവൻ യഥാ വൈ, എപ്പോഴാണോ, അത് ഉറപ്പായിട്ടും എന്താ സംഭവിക്കുക? അജ്ഞാന ഹേതുകൃതം, അവിദ്യയാകുന്ന, സംശയമാകുന്ന, അറിവില്ലായ്മയാകുന്ന കാരണം, അതുകൊണ്ട് ഉണ്ടാക്കുന്നതായിട്ടുള്ള മോഹം, അപ്പോഴാണ് ഞാൻ ദേഹമാണെന്നുള്ള മോഹം ഉണ്ടാവുക, ആ ബോധം ഉണ്ടാവുക. അപ്പോൾ അപ്പോഴാണ് ഈ അഹങ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോഴാണ് നെഗറ്റീവ്സ് കംപ്ലീറ്റ് 72. അങ്ങനെയുള്ള ഈ മോഹം അത് ഇരുട്ടാണ്, മഹാന്ധകാരം, കൂരാകൂരിരുട്ട. ആ കൂരാകൂരിരുട്ട് നാശം വിധായ, അത് നശിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം ഉണ്ടാക്കിയത്. നാശം വിധായ ഹി, ഉറപ്പായിട്ടും അതുതന്നെയാണ്. തഥാ ഉദയതേ, അങ്ങനെ നാശം സംഭവിച്ചാലോ അപ്പോൾ ഉദയതേ, എന്താ ഉദിക്കുക? വിവേക, വിവേകം. വിവരം ഉണ്ടായിട്ട് കാര്യമില്ല, വിവേകം വേണം. നല്ലോണം അറിവുണ്ട്, പക്ഷെ വിവേകമില്ല, ബുദ്ധി ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. വിവേകമുണ്ട് എന്ന് ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലാണ് അതിന് ശരിയാവുക. എന്നോട് ഒരാൾ പറയേണ്ടതുണ്ട്, തനിക്കൊരു ബുദ്ധിയില്ലാതെ. എനിക്ക് വളരെ സമ്മതമായി. അപ്പോൾ ബുദ്ധി ഉപയോഗിക്കണം, നമ്മൾ ഉള്ള ബുദ്ധിയെ നല്ലോണം വിശകലനം ചെയ്യണം എന്ന് സാരം. ഉള്ള ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്യണം എന്നാണ് ഈ ജ്ഞാനത്തെ. അതാണ് നമ്മൾ നേരത്തെ വിസ്തരിച്ചൊരു ശ്ലോകം പറഞ്ഞത്. ഈ വെണ്ണയിൽ നിന്ന്
നെയ്യ് എടുക്കണ പോലെ. അപ്പോൾ ഭാഗവതത്തെ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇവിടെ നാരദൻ അതാ ചെയ്തത്. സത്സംഗം കിട്ടിയത് ഭാഗ്യം കൊണ്ടാണ്. ഇനി ആ സംഘം കൊണ്ട് എനിക്കല്ല കേട്ടോ, എനിക്കും എന്നേ ഉള്ളൂ, നാരദനും എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവണം. കലികാലം കന്മഷപൂരിതാണ്. അതിനെ ഇല്ലാണ്ടേക്കാൻ ഈ ഭക്തി കൊണ്ടേ സാധിക്കുള്ളൂ, ജ്ഞാനവൈരാഗ്യങ്ങളെ കൊണ്ടേ സാധിക്കുള്ളൂ. അതുണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങ് പ്രവർത്തിക്കണം, നിങ്ങൾ പ്രവർത്തിക്കണം. അങ്ങ് വെച്ചാൽ അവിടെ സനകാദി മഹർഷിമാർ ഒരാളല്ല 4 ആളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം. അല്ലെങ്കിലും അവരെ ബഹുമാനമായിട്ടേ പറയുള്ളൂ. ശ്രീ ശുഗ ബ്രഹ്മർഷി ശ്രീ ശുഗർ എന്നേ പറയാവൂ. ശ്രീ നാരദനെ ശ്രീ നാരദർ എന്നേ പറയാവൂ. ബഹുമാനം വേണം. നമ്മൾ രാജാക്കന്മാരെ അങ്ങനെയല്ലേ പറയാം. അപ്പോൾ നാം എന്നാണ് രാജാവ് സ്വയമേവ തന്നെ പറയാം. അപ്പം ഇന്ന കൂട്ടത്തിൽ 2 ശ്ലോകങ്ങളെ കൊണ്ട് നമസ്കരിച്ചു, ആവശ്യത്തെ പറയുകയും ചെയ്തു. 2 ശ്ലോകം ഒന്നുകൊണ്ട് വായിക്കാം. ശ്രീനാരദ ഉവാച യദ്ദർശനം ച വിനിഹന്ത്യശുഭാനി സദ്യ ശ്രേയസ്തനോതി ഭവദുഃഖദവാർദിതാനാം നിശേഷശേഷമുഖഗീതകഥൈകപാന പ്രേമപ്രകാശകൃതയേ ശരണം ഗതോസ്മി ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ പുരുഷോ യദാ വൈ അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാരനാശം നാശം വിധായ ഹി തദോദയതേ വിവേകാം. ഇതോടുകൂടിയിട്ട് ഈ 2ാമത്തെ അധ്യായം സമാപിക്കുകയാണ്. ഇത് ശ്രീപത്മപുരാണേ ഉത്തരാഖണ്ഡേ ശ്രീമദ് ഭാഗവത മഹാത്മ്യേ കുമാരനാരദ സംവാദോ നാമ ദ്വിതീയോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സമാപ്തം. അപ്പോൾ ഇവിടെ ഇപ്പോൾ പറഞ്ഞ ഈ 32 ഭാഗങ്ങളായിട്ടാണ് 2 അധ്യായങ്ങളെ പറഞ്ഞത്. 17 അധ്യായങ്ങളാണ്, 17 ഭാഗങ്ങളാണ് ആദ്യത്തെ അധ്യായം. ഇപ്പോൾ 32 ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഒരു 15 ഭാഗം 2ാമത്തെ അധ്യായം പറഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യത്തെ വീണ്ടും പറയുന്നതായിട്ടുള്ള കുറച്ച് ഭാഗമാണ് 3ാമത്തെ അധ്യായത്തിൽ. നമുക്ക് അടുത്തതിൽ പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇത് കേൾക്കുക, ഷെയർ ചെയ്യുക. എത്രത്തോളം ആളുകളിൽ എത്തുമോ അത്രത്തോളം എത്തിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നേരിട്ട് ഗ്രൂപ്പിലിടാം. ഈ നമ്പറിൽ സംശയം ചോദിക്കുകയും ചെയ്യാം. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞുതരാം, എനിക്കറിയാത്തത് മറ്റുള്ളവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാം. ശ്രീ ഗുരുവായൂരപ്പ ഒന്നും കൂടി ഉറപ്പിച്ച് പറയുകയാണ്, എല്ലാവരേക്കാളും താഴെയാണ് ഞാൻ എന്ന് ഓരോരുത്തരും അറിയുവാൻ വേണ്ടിയിട്ടാണ് ഭാഗവതത്തെ പഠിക്കേണ്ടത്. അത് ഉറപ്പിക്കുക. അതിന് വേണ്ടിയിട്ടാവട്ടെ ഈ ക്ലാസ്സും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണ നാരായണ.